എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പിള്ളേരോടെ പോയി കളിക്കുക. നീ എന്തിന് എന്റെ പുറകെ വേണം? മക്കളെ ഞാൻ വന്ന് വിളിക്കാം. നീ പോ. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നീ പോ. എന്നാലും എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും. എപ്പോ ഇത് ഇവിടെ പോയി ഇവനെ ഒരു കാര്യം ആപ്പിട്ട് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്ന ആളെ എന്താടാ ഇവിടെ എത്ര നേരമാണ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് വെയിൽ വരെ ഉദിച്ച് രാവിലെ വന്നതല്ലേ നിനക്ക് ഉത്തരവാദിത്തം ചെയ്തുകൂടെ? എടേ എന്റെ ജോലി തെങ്ങി കയറക്കമാണ്, അല്ലാതെ ഈ സാധനം ഉണ്ടാക്കലല്ല. പിന്നെ നീ ഇതൊരു നല്ല കാര്യത്തിനല്ലേ ഇത് എന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് കയറി ഏറ്റത്. നീ കൂടുതൽ എന്നെ കയറി ഉണ്ടാക്കാൻ പറയല്ലേ കേട്ടടേ. ഞാൻ ചൂടാവും. നീ ചോദിക്കുന്ന ഉണ്ടാക്കണം, അല്ല ചുമ്മാ എന്നുള്ളത് ചെയ്യാം. പിന്നെ നീ ഒരുപാട് പൈസ ഉണ്ടാക്കണം, നീ ഒരുപാട് മുള കാണിച്ചോണ്ടല്ലേ ഞാൻ ഇത് കളഞ്ഞിട്ട് പോകും. സുഖിക്കുട്ട അത് ഓടിക്കലത് ആവശ്യത്തിനുള്ളതാണ്. ഈ പരിപാടി ഏറ്റില്ലെങ്കിലേ എന്റെ വേറൊരു ഐഡിയ ഉണ്ട്, പക്ഷെ ഒരു 500 രൂപ നീ മുടക്കേണ്ടി വരും. എടേ പൈസ ചെലവാവണമെന്നൊന്നും എനിക്കൊരു വിഷയമില്ല. എനിക്ക് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാം അച്ഛൻ, അല്ലാതെ ശരിയാവൂല. എടേ സംഗതിയൊക്കെ ശരി തന്നെയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ വരണമുണ്ട്. എനിക്ക് കുറെ ദിവസം കൊണ്ട് ജോലി കിട്ടിപ്പോണം. അച്ഛൻ പറഞ്ഞു പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ. നീ വീട്ടിൽ കൊടുത്തിട്ടോ, നിന്റെ വെട്ടുകത്തി കൂടെ എടുത്തോണ്ട് പോണേ. അച്ഛാ കുരുത്തം കെട്ടവല്ല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ നീ പുറകെ വിളിക്കല്ലെന്ന്. അച്ഛൻ അങ്ങനെ പറയല്ല, കുരുത്തക്കേട് പറഞ്ഞാൽ അച്ഛൻ്റെ മോയല്ലേ ഞാൻ. അതുകൊണ്ട് അച്ഛന് വേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയത്. അച്ഛൻ ഞാൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇറങ്ങണം ഞാൻ പറഞ്ഞിട്ടല്ലേ ഇറങ്ങി. എനിക്ക് വയസ്സുകാലത്ത് നീ എന്തിനാ ആവശ്യമാണ് നടത്തി തരാൻ പോണത്? ഇതെല്ലാം കൊണ്ടൊരു കാലാണ് നേരെ ഉപയോഗിക്കൊണ്ടാടാ. അച്ഛൻ ഇത് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇന്നെങ്കിലും എന്നെ കൊണ്ടൊരു കാരണ ഉപകാരം അച്ഛൻ ഉണ്ടാകുന്നത്. അച്ഛൻ ഇത് കേക്ക് മാറ്റി ഞെട്ടി. നീ എന്തോന്ന് തേങ്ങ ഉണ്ടാക്കിയെന്നാണ് നീ പറയുന്നത്? ഇതാണ് അച്ഛൻ്റെ ഒരു പുല്ല് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛനോട് ഞാൻ ഇന്നാളെ പെൻഷൻ കിട്ടിയ പൈസക്ക് ഒരു ടച്ച് ഫോൺ വാങ്ങി. അച്ഛൻ ഇതൊന്നും കാണില്ലേ? ബസ്സിൽ കാരണം ഇപ്പം വീഡിയോ എടുത്ത ആൾക്കാർ ഫേസ്ബുക്കിൽ ഇടുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈക്കിലൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് വളച്ച് അച്ഛൻ്റെ ദേഹത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ ബസ്സിൽ കയറിയാൽ അച്ഛൻ്റെ ദേഹത്ത് ഒരു മനുഷ്യർ തട്ടയില്ല, വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് അച്ഛനെ നാറ്റിക്കുകയില്ല. എനിക്ക് ആട്ട പിടിച്ച് പോവാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, ഓരോ മാസവും പെൻഷൻ വാങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ഈ പെൻഷന്റെ പേരും പറഞ്ഞല്ലേ എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇനി പെൻഷൻ വാങ്ങിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സുഖം, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സുഖം. അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല മക്കളെ. അച്ഛനെ അതൊക്കെ പറയാം. എനിക്ക് ആകെപ്പാടുള്ളത് ഒരച്ഛനാണ്. ഈ അച്ഛൻ ഇനി നാട്ടുകാരെ ഒരു TV-യിൽ മൊബൈലിലൊക്കെ കണ്ട് വൈറലായി പ്രശ്നമായ എനിക്ക് വരികയായിരുന്നു വയ്യ. പഴയതുപോലെ 16 എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചാൽ 16, 18 വരെ നിങ്ങളെ സഹോദരിമാർ ഇവിടെ വന്നിരിക്കും. അവർക്കൊക്കെ ചെലവ് കൊടുക്കുക. അച്ഛൻ്റെ പെൻഷൻ്റെ പുറത്താണ് ഞാനും കൂടി ജീവിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ മതി കേട്ടാ. അങ്ങനെ വൈറലാവണമെങ്കിൽ ആവട്ടാ. ഞാൻ അങ്ങനെയൊന്നും അങ്ങ് ചാവൂല. നിനക്ക് അഹങ്കരിച്ച് നടക്കാമല്ലോ. നിനക്ക് ഐഡിയ ആരുടെ പറഞ്ഞു തന്നത്? പക്ഷെ നമ്മളവിടെ തെങ്ങേറാമല്ലേ സുജിക്കുട്ടായി, അവനാണ് ഈ ഐഡിയ പറഞ്ഞു. ഈ ഓല ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ ചുറ്റി വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ ബസ്സിൽ കയറുമ്പോൾ അച്ഛൻ സേഫ്റ്റി ആയിട്ടിരിക്കുമെന്ന് സുജിക്കുട്ടനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ. ഇത് അവന്റെ പെണ്ടാറ്റി കൊണ്ട് ചുറ്റി കൊടുക്കാൻ പറഞ്ഞ. അവന്റെ പെണ്ടാറ്റിക്ക് ഭയങ്കര മുടിഞ്ഞ വാതാക്കാം. ഇങ്ങനെയെങ്കിലും ആൾക്കാർ മാറി കിട്ടും. ദൈവമേ, ഇതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛൻ എന്തോ നരമ്പിൻ്റെ കംപ്ലൈൻറ്റ് ഒരു മൈരെങ്കിലും ആയിക്കോളൂ.